പ്ലേ ചെയ്യുന്നുണ്ട്, സുരേഷ് കൃഷ്ണ പ്ലേ ചെയ്യുന്നുണ്ട്, ഹരീഷ് പ്ലേ ചെയ്യുന്നുണ്ട്, പിന്നെ ശാന്തി പ്ലേ ചെയ്യുന്നുണ്ട്, അന്നു സർ പ്ലേ ചെയ്യുന്നുണ്ട്. There's also as a Thank you so much, sir. May I take the honor of inviting someone on the stage? നമ്മൾ മലയാളികൾക്ക് മാത്രമല്ല, കേരളം മലയാളി ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് നമ്മുടെ കൂടി സ്റ്റേജിലുണ്ട്. May I take the honor of inviting Divyaprabha ma'am to please speak a few words. അപ്പോൾ മസ്തിഷ്കമരണം ഫെബ്രുവരി 22 റിലീസ് ആവുകയാണ്. പറഞ്ഞ 2046 പടം സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്യൂച്ചറിസ്റ്റിക് മൂവിയാണ്. സൈബർ പങ്ക് ജോണറിൽ വരുന്ന ഒരു മൂവിയാണ്. പക്ഷെ മോഡൽ ജോണർ നിങ്ങൾക്ക് ഫിലിം സ്റ്റാർട്ടിംഗ് ടു എൻഡ് ഫുള്ളി എന്റർടൈനർ ആയിരിക്കും. കോമഡിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ജോണറിൽ അങ്ങനെ ഒരു മൂവി വന്നിട്ടില്ല. Visually Working with the team and everything to the CUSAT students. Hi. പറഞ്ഞ കേട്ടതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. പക്ഷേ one thing that I can guarantee is that proper theatre experience ഒരു പണം തന്നെയായിരിക്കും. തിയേറ്റേഴ്സ് ഭയങ്കര പിന്നെ ഇതൊരു പക്ക കോമഡി പണം തന്നെയാണ്. ഒരു കോമഡി ആർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഓൺലൈൻ നടക്കുന്ന സമയം കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് എന്താ പറയാ നിങ്ങൾക്ക് ഇതൊരു കാണാൻ. Thank you, sir. പോക്കാവായ ഫിലിംസ്, ക്ലാസിക്സ് പോക്കാവായ ഫിലിംസ് ഇതിൽ കാണാൻ പറ്റും. എനിക്ക് ദൈവം എന്ന് ഇൻട്രസ്റ്റിംഗ് മെറ്റീരിയൽ കുറച്ചോട്ടിരിക്കുകയാണ്. ആൻറ്റിയോട് കാര്യം കാണുന്നുണ്ട്. പിന്നെ ഇപ്പം വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ കാണും പ്രീസ് പടം, അത് കുറച്ച് വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു. ഈ സയൻസ് കോൺസെപ്റ്റ് ഒരു 500 കോൺസെപ്റ്റ് പറയുന്നുണ്ട്. പക്ഷേ ഒക്കെയാണ്, പക്ഷേ പോസിബിളാണ്. ഗുഡ് സൈഫൈ ഫിലിംസ് ഇത് റിഫ്ലക്ട് ചെയ്യുന്ന നമ്മുടെ അതിലൊരു പോസിബിലിറ്റി വെച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ജോൺ സോഴ്സ് ഒന്ന് ലാൻഡ് ചെയ്യുക ഭയങ്കര ഏരിയസ്. പക്ഷെ അത് ലാൻഡ് ചെയ്യുമോ എന്നുള്ള ചെറിയ പ്രശ്നം നമുക്ക് ലാൻഡ് ചെയ്തോണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ നമ്മുടെ ഓഡിയൻസ് റെഡിയായി എന്നത് തോന്നിയത്. ആ യൂട്യൂബിൽ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് അതിന്റെ കമന്റ്സ് ഫുള്ളും ഒന്ന് വായിച്ചു നോക്കി. 10 മിനിറ്റ്സ് കണ്ടിട്ട് സോങ് ഇറങ്ങുകയും അതിനടുത്ത് ആൾക്കാർ ഫേക്ക് പ്രൊഫൈൽസിലൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ സിനിമയുടെ കോർ തോട്ടിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സന്തോഷമുള്ളൂ. നമ്മുടെ തോട്ട് കറക്റ്റാണോ അല്ലെങ്കിൽ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ രജിഷ ആദ്യം ഒരു അഭിപ്രായം പറഞ്ഞു, പിന്നെ അഭിപ്രായം മാറ്റി പറഞ്ഞു എന്ന് പറയുമ്പോൾ കോടതിയിലൊരു സാക്ഷികളെ മാറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോട് പ്രോമിസുകളുണ്ട് മാറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അഭിപ്രായമൊക്കെ അതൊക്കെ മാറണമെന്നാണ് നിങ്ങൾ ചെയ്യുന്നത്. നമുക്ക് നോർമലാണ്. അതിൻ്റെ എവല്യൂഷൻ്റെ ഒരു പേഴ്സണാലിറ്റി എവല്യൂഷൻ്റെ ഭാഗമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ബ്രെയിൻ പല പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് ഭാഗമാണെന്ന് പറയുന്നത്. പൊളിറ്റിക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എല്ലാത്തിലും പൊളിറ്റിക്സ് ഉണ്ട്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തെ കുറിച്ചാണ് സംസാരിക്കുകയാണെങ്കിൽ ഇതുവരെ ഞാൻ ഒരു കോമഡി ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു കംഫർട്ട് സോൺ ഫീൽഡിൽ ഒരു ന്യൂ സ്പേസ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമാണ്. ക്യാരക്ടേഴ്സിനും അങ്ങനെ ഒരു ന്യൂ സ്പേസ് കിട്ടിയിട്ടുണ്ട് പെർഫോമേഴ്സിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഷിഫ്റ്റ് ആയിട്ടാണ് ഭർത്താവുമാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര കോമഡി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളൊരു കഥാപാത്രം ചൂസ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു പക്ഷേ ചിലപ്പം വർക്കാവും, ടെലിവിഷൻസ് വർക്കാവും, ചിലപ്പം ഈ ഒരു ആക്ടറുമായിട്ട് സ്ക്രീൻ ഷെയർ ഉണ്ടാവും. ആ ഒരു റീസൺ വെച്ചിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അഷുറൻസ് തരാനും ഈ സിനിമയിലെ കഥാപാത്രം ഇതുവരെ പ്രീവിയസ് ഫിലിംസ്
ഭയങ്കര ഡിഫറൻസ്. താങ്ക് യു. അത് ഒരു ഇതായിട്ട് നമ്മുടെ എക്സ്പ്രഷൻ നമ്മുടെ ആഗ്രഹമൊക്കെയാണ് നമ്മുടെ പാഷനാണ് പക്ഷെ ഞാൻ ഭയങ്കര ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ്. അപ്പം ഇഫ് പോസിബിൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽ എക്സ്പ്രഷനെ മാറ്റുന്ന ടീംസ് ഫോം ചെയ്യുക, ട്രൈ ടു മേക്ക് ഫിലിംസ്. എന്നുവെച്ചാൽ നേരത്തെ ഇവിടെ പറഞ്ഞല്ലേ ഈ ഫിലിമിന്റെ സോഷ്യൽ കമന്ററി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ lot of things to enable people. Could perform a bit to that song. So please. ഉറപ്പായിട്ടും നമ്മുടെ കോമള പാട്ടിടാമോ?